പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പരിപാലിക്കുന്ന, രാവും പകലും അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടും. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലെ യാത്രയിൽ പകൽ അവർക്ക് മേഘസ്തംഭമായും രാത്രിയിൽ ദീപസ്തംഭമായും കൂടെ നടന്ന ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും സന്തോഷങ്ങളിലും നിന്റെ ഇരുളിലും പ്രകാശത്തിലും ദൈവത്തിൻ്റെ ഒരു തണൽ നീ അറിയാതെ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ കരുതലിലായിരിക്കുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ, എന്നെ കരുതുന്നൊരു ദൈവത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് നടക്കുന്നവൻ ഈ ഭൂമിയിൽ ഏറ്റവും ശക്തനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കരുതുന്ന ദൈവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയും: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച മോശ തൻ്റെ ജനത്തിന് വിശന്നപ്പോൾ മന്ന നൽകാനായി ദൈവത്തോട് അപേക്ഷിച്ചു. ആഗ്രഹിച്ചപ്പോഴൊക്കെയും അവർക്ക് വിശന്നപ്പോഴൊക്കെയും ദൈവം തൻ്റെ അപ്പം ജനത്തിന് മരുഭൂമിയിൽ നൽകി. ഇത് കണ്ട ജനം അത്ഭുതപ്പെട്ടു. അവർ വീണ്ടും ദൈവത്തോട് അപേക്ഷിച്ചു. അവർക്ക് ഭക്ഷിക്കാനായി മാംസം വേണമെന്ന്. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ജനത്തിനു വേണ്ടിയുള്ള അപേക്ഷ കേട്ട് കാടപ്പക്ഷിയെ നൽകി ദൈവം ഇസ്രായേലിനെ പരിപാലിച്ചു. ദാഹിച്ചു വലഞ്ഞ ജനം മോശയോട് പരാതിപ്പെടുമ്പോൾ കയ്പുള്ള ജലത്തെ മധുരമുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നമ്മൾ കണ്ടുമുട്ടും. ഇങ്ങനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. തനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രവാചകന് കാക്കയാൽ ഭക്ഷണം നൽകിയ ദൈവം, ആ ദൈവത്തിന് മരുഭൂമിയിൽ മന്ന നൽകാനാവും. വിചാരിക്കാത്ത ഇടത്തു നിന്ന് നിനക്ക് അത്ഭുതങ്ങൾ നൽകാനാവും. നീ വിചാരിക്കുന്ന കയ്പുകളൊക്കെയും സ്നേഹത്തിൻ്റെ മാധുര്യമുള്ളതാക്കി തീർക്കും. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയും: ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. എന്നെ ഒരിക്കലും മറക്കാത്ത ദൈവം, ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ദൈവം, ഉള്ളം കയ്യിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരുതലിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. നാളെക്കുറിച്ച് നീ ആകുലനാകേണ്ട. ഓരോ ദിവസത്തിനും അതതിൻ്റേതായ ക്ലേശം മതി എന്ന് പറഞ്ഞുകൊണ്ട് അന്നന്ന് വേണ്ട അപ്പത്തിനായി പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ട ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാം. അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു കൊണ്ട് ഒരിക്കലും മറക്കാത്ത സ്നേഹത്തെ ഈ ഗാനത്തോടൊപ്പം നമുക്ക് ധ്യാനിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ
അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാക്കയ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ, മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ, മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ, മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ?
ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന അനേകം മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടും. ദൈവം നൽകിയ നല്ല ഫലങ്ങൾക്ക് ആദ്യത്തെ ബലിയർപ്പിക്കുന്ന ആബേൽ, തനിക്ക് നൽകിയതിനൊക്കെയും സർവശക്തനായ ദൈവത്തിന് ബലിയർപ്പിക്കാനായി മെൽക്കിസദേക്കിൻ്റെ കരങ്ങളിലേക്ക് അപ്പവും വീഞ്ഞും കൊടുക്കുന്ന അബ്രഹാം, തനിക്ക് കിട്ടിയ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഹന്ന, ഈശോ ജനിക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ബൈബിളിലുടനീളം കീർത്തനങ്ങളുടെ ഒരു പരമ്പര നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായി വന്ന സ്നാപക യോഹന്നാൻ്റെ അപ്പൻ സക്കറിയ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു തുടങ്ങും. യേശുവിൻ്റെ ജനനത്തിനെക്കുറിച്ച് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പരിശുദ്ധ മറിയം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഈശോ ജനിക്കുന്ന വേളയിൽ മാലാഖമാർ ഏറ്റുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. ദേവാലയത്തിൽ ഈശോയെ കാഴ്ചവെക്കുമ്പോൾ ദൈവത്തെ കാണാൻ തനിക്ക് അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്ന നീതിമാനായ ശിമയോനെ നമ്മൾ കണ്ടുമുട്ടും. സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്ന പിതാവിനെ സ്തുതിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തും. വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തുന്ന ഈശോയെ അവസാനം തൻ്റെ അന്ത്യത്താഴ വേളയിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കും: സ്തോത്രഗീതം അർപ്പിച്ചതിനു ശേഷം അവൻ ഒലിവുമലയിലേക്ക് കയറിപ്പോയി എന്ന്. തൻ്റെ പീഡാസഹനത്തിൻ്റെ രാവിലും അവൻ ദൈവത്തിൻ്റെ കീർത്തനം പാടി. തന്നതിനൊക്കെയും നന്ദി പറയുന്നവന് ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനായിരിക്കും. സങ്കീർത്തനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും: കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയെന്ന്. ദൈവത്തിന് കീർത്തനം പാടിയ ജയിലറയിൽ കഴിഞ്ഞ അപ്പോസ്തലന്മാരെ സുരക്ഷിതമായി തനിക്കാവശ്യമുള്ള ഇടത്തേക്ക് എത്തിച്ചേർക്കാൻ കനിവ് കാണിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. ഈ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ വാഴ്ത്തേണ്ടത് നമ്മുടെ കടമയാണ്. ആ ഈശോയുടെ അനന്തമായ സ്നേഹത്തെ വാഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയയായ നേറ്റുപാടി ദൈവത്തെ വാഴ്ത്തുന്ന മാലാഖമാരോട് ചേർന്ന് ഈ ഗാനത്തിൻ്റെ വരികൾക്ക് നമുക്ക് കാതോർക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥാ നിൻ നാമം നിർലീനാത്മാവായി നിന്നെ ധ്യാനമാർന്നു ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു കനൽ പോലെയാ മണ്ണിൽ കടൽ പൊള്ളി വീടുമ്പോ കുളിർമേഘമാ കരുണാമൃതം തൂകുമെന്നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം അല്ലിൽ നീയേ യോജനം അല്ലൽ നീക്കും സാന്ത്വനം നീയേ ദീപം ദീപ്തിയും നീയേ കണ്ണും കാഴ്ചയും ശിശിരത്തിലെ ഇളവെയിലുപോൽ തൂകാവു നീ എന്നെ ഞങ്ങൾ പാടും ഗീതികൾ വിണ്ണിൽ പാറും പ്രാവു പോൽ നിന്നെ തേടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം ഷാരോൺ താഴ്വാരത്തിലെ റോജാപ്പൂക്കൾ പോലവേ ഈ ആത്മാവിൻ നോവുകൾ ദേവാനീതിക്കുന്നിത പനിനീരിന കഴുകുന്നിത പദതാരുകൾ നാഥ തേടും ഞങ്ങൾ നിൻമിഴി കാതിൽ കേൾപ്പൂ നിൻ മൊഴി കാണൂ നിൻ രൂപം ഹല്ലേലൂയ 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 പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം നിർലീനാത്മാവായി നിന്നെ ജ്ഞാനമാർന്നു ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു കനൽ പോലെയാ മണ്ണിൽ
കടൽ പൊള്ളി വീഴുമ്പോ കുളിർമേഘമായി കരുണാമൃതം തൂകുമെന്നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിൻ നാഥ നിൻ നാമം. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനാണ്, എൻ്റെ പൊന്നോമനക്കുട്ടൻ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നുവെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഓരോ നിമിഷവും ഹൃദയത്തുടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ അനന്തമായ ഹൃദയത്തിലേക്ക് ചാഞ്ഞുകിടന്ന യോഹന്നാനെ പോലെ അവൻ്റെ ഹൃദയസ്പന്ദനം അറിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയും. അവൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നത് അനുദിന ജീവിതത്തിലെ ദൈവത്തിൻ്റെ പരിപാലനയിലാണ്. ആകാശത്തിലെ പക്ഷികളെ പോറ്റുന്ന, വയലിലെ ലില്ലികളെ അലങ്കരിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുകയായിരുന്നു നമ്മൾ. ആ ദൈവത്തിന് കീർത്തനം പാടി അവിടുത്തെ സ്തുതിക്കുകയായിരുന്നു നമ്മൾ. ദൈവത്തിന് കീർത്തനം പാടിയ ഇസ്രായേൽ ജനത, ദൈവത്തിന് കീർത്തനം പാടിയ ക്രിസ്തു, ദൈവത്തിന് കീർത്തനം പാടിയ അപ്പോസ്തലന്മാർ, അവരോടൊപ്പം നമ്മുടെ ആത്മാവും മനസ്സും ശരീരങ്ങളും ചേർത്ത് വയ്ക്കാം. ദൈവത്തിന് യഥാർത്ഥമായ ആരാധന അർപ്പിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് നമ്മുടെ ആത്മാവിനെ ചേർത്ത് വെച്ച് ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തി ഈ ദിവസം ദൈവത്തോടൊപ്പമായിരിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ?